Dear students, in today's session, we are going to discuss what is flatter organization and what are the pros and cons of flatter organization and the another two different types, flatarchies and holarchies. Okay, first of all, we are going to discuss what is flatter organization. ഫ്ലാറ്റ് ഓർഗനൈസേഷൻ നമ്മൾ പഠിച്ചു, ഹൈറാർക്കിയൽ ഓർഗനൈസേഷനും നമ്മൾ പഠിച്ചു. ഹൈറാർക്കിയൽ എങ്ങനെയായിരുന്നു? ഒരു ടോപ്പ് ലെവൽ, അത് കഴിഞ്ഞിട്ട് അടുത്തൊരു ലെവൽ മാനേജർ, അത് കഴിഞ്ഞ് അസിസ്റ്റൻറ്റ് മാനേജർ, സൂപ്പർവൈസർ, അങ്ങനെ ഒരുപാട് ഒരു ലെവൽ ഓഫ് ഓർഗനൈസേഷൻ്റെ കംപ്ലീഷൻ അവിടെ കാണിക്കുന്നത് ഏതിലായിരുന്നു? ഹൈറാർക്കിയൽ മോഡലിലായിരുന്നു. കമ്മ്യൂണിക്കേഷനൊക്കെ വളരെ ഡിഫിക്കൽട്ടാണെന്ന് നമ്മൾ പറഞ്ഞൊരു മോഡൽ. അതിനുശേഷം നമ്മൾ നെക്സ്റ്റ് ഡിസ്കസ് ചെയ്തത് ഏതായിരുന്നു? ഫ്ലാറ്റ് ഓർഗനൈസേഷനാണ്. അതായത് അവിടെ എന്തില്ല, ടോപ്പ് മാനേജേഴ്സും അതിന് തൊട്ട് താഴെ വരുന്ന എംപ്ലോയീസിൻ്റെ ഇടയിൽ ദർ ഇസ് നോ ഗ്യാപ്പ് ബിറ്റ്വീൻ ദം. ഓക്കെ, അവിടെ വേറൊരാളും അതിൻ്റെ ഇടയിൽ എന്ത് ചെയ്യുന്നില്ല, ഉണ്ടായിരിക്കില്ല. അവർക്ക് നേരിട്ട് കമ്മ്യൂണിക്കേഷനും കാര്യങ്ങളും നടത്താൻ പറ്റുന്നതാണ് ഫ്ലാറ്റ് ഓർഗനൈസേഷൻസ് എന്ന് പറയുന്നത്. അപ്പോൾ അവിടെ വർക്ക് ലോഡും കാര്യങ്ങളൊക്കെ കുറച്ച് കൂടുതലായിരിക്കും, സ്പാൻ ഓഫ് മാനേജ്മെൻറ്റ് കൂടുതലായിരിക്കും എന്നുള്ളത് നമ്മൾ ഡിസ്കസ് ചെയ്തു. ആൻഡ് ദ തേർഡ് വൺ വന്നിട്ടുള്ളത് ഫ്ലാറ്റർ ഓർഗനൈസേഷനാണ്. ഫ്ലാറ്റർ ഓർഗനൈസേഷൻ എങ്ങനെയാണെന്നുള്ളത് നോക്കാം. ഈ കമ്പനീസ് ഓർഗനൈസേഷണൽ സ്ട്രക്ചർ ഈസ് യൂഷ്വലി ടോൾ, മിഡ് സൈസ്ഡ് ഓർ റിലേറ്റീവ്ലി ഫ്ലാറ്റ്. കുറച്ചും കൂടി ഒരു ഫ്ലാറ്റർ മോഡൽ തന്നെയാണ്. അതായത് ഫ്ലാറ്റ് ഓർഗനൈസേഷൻ നമ്മൾ പഠിച്ചു, അതിനേക്കാൾ ഒന്നും കൂടി കുറച്ചും കൂടി ഒരു ബെറ്റർ അപ്പാണ്. ബട്ട് എന്നാലും എന്താണ്, ഒരു ഫ്ലാറ്റ് മോഡൽ തന്നെയാണ് ഓർഗനൈസേഷൻ നിലനിൽക്കുന്നത്. മെനി സ്മോൾ കമ്പനീസ് യൂസ് എ ഫ്ലാറ്റർ ഓർഗനൈസേഷണൽ സ്ട്രക്ചർ ബിക്കോസ് ഓഫ് എ ലാക്ക് ഓഫ് മാൻ പവർ. ആളുകളിൽ, അതായത് മാൻ പവറിൻ്റെ കുറവ് മൂലമാണ് കൂടുതൽ ഓർഗനൈസേഷൻസും ഫ്ലാറ്റർ ഓർഗനൈസേഷൻ സ്ട്രക്ചർ യൂസ് ചെയ്യുന്നത് അല്ലെങ്കിൽ അഡോപ്റ്റ് ചെയ്യുന്നത്. അത് അപ്പോൾ നമുക്ക് ആ ടേമിൽ തന്നെ മനസ്സിലാക്കാം, ഇറ്റ്സ് മോസ്റ്റ് കോമൺലി യൂസ്ഡ് ബൈ സ്മോൾ ഓർഗനൈസേഷൻസ്. ചെറിയ ചെറിയ ഓർഗനൈസേഷൻസ് ആണ് കൂടുതലായിട്ടും എന്ത് ചെയ്യുന്നത്, ഇത്തരത്തിലുള്ള ഫ്ലാറ്റർ ഓർഗനൈസേഷൻ സ്ട്രക്ചർ യൂസ് ചെയ്യുന്നത്. ഫോർ എക്സാമ്പിൾ, എ ന്യൂ മാനേജ്മെൻറ്റ് കൺസൾട്ടിംഗ് ഫേം വിൽ ടിപ്പിക്കലി എംപ്ലോയി സീനിയർ മാനേജ്മെൻറ്റ് എംപ്ലോയീസ് ഇൻ മാർക്കറ്റിംഗ്, ഫിനാൻസ് ആൻഡ് സെയിൽസ് ബിഫോർ ഹയറിംഗ് ലോവർ ലെവൽ എംപ്ലോയീസ്. These executives may be able to handle the workload without hiring additional employees. Therefore, the organization structure is relatively flat versus the pyramidal shaped larger companies. വലിയ വലിയ ലാർജ് കമ്പനീസാണ് കൂടുതലായിട്ടും ഹൈറാർക്കിയൽ മോഡലൊക്കെ സെലക്ട് ചെയ്യുക. അത് നമ്മൾ അന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആൻഡ് ഇങ്ങനെ ഒരു ഫ്ലാറ്റർ ഓർഗനൈസേഷൻ പറഞ്ഞാൽ കൂടുതലായിട്ടും സ്മോൾ ഓർഗനൈസേഷൻസിനാണ് ബെറ്റർ ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇവിടെയും എംപ്ലോയീസിൻ്റെ ഇടയിൽ അല്ലെങ്കിൽ എംപ്ലോയി ആൻഡ് ടോപ്പ് മാനേജ്മെൻറ്റിൻ്റെ ഇടയിൽ ഒരു ഗ്യാപ്പ് എന്ന് പറയുന്നത് വളരെ ചെറിയ ഗ്യാപ്പായിരിക്കും. മേ ബി ഒരു ടോപ്പ് എക്സിക്യൂട്ടീവ് കഴിഞ്ഞാൽ നെക്സ്റ്റ് എന്ത് ചെയ്യുന്നു, ഒരു സൂപ്പർവൈസർ, അത് കഴിഞ്ഞിട്ട് എംപ്ലോയീസ്, ഈ ഒരു ഗ്യാപ്പേ വരുന്നുള്ളൂ. അപ്പോൾ കൂടുതൽ എംപ്ലോയീസിനെ വെക്കുന്നില്ല. ഇങ്ങനത്തെ ഓർഗനൈസേഷൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ, അതായത് ഫ്ലാറ്റർ സ്ട്രക്ചർ അഡോപ്റ്റ് ചെയ്യുന്ന ഓർഗനൈസേഷൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ കൂടുതൽ എംപ്ലോയീസിനെ ഹയർ ചെയ്യില്ല. പകരം എന്ത് ചെയ്യും, അവർ ഹയർ ചെയ്യുന്ന ടോപ്പ് സീനിയർ എക്സിക്യൂട്ടീവ്സ് ആരാണോ അവരെ വെച്ചിട്ട് കൂടുതൽ വർക്ക് ചെയ്യിപ്പിക്കാൻ, അതായത് കൂടുതൽ വർക്ക് ലോഡ് ഏറ്റെടുക്കാൻ കഴിവുള്ളവരെയാണ് നമ്മൾ എന്ത് ചെയ്യുക, സീനിയർ എക്സിക്യൂട്ടീവ്സായിട്ട് അല്ലെങ്കിൽ ഒരു സൂപ്പർവൈസറായിട്ടൊക്കെ ഫിക്സ് ചെയ്യുന്നത്. ആ ഫിക്സ് ചെയ്യുന്ന ആളുകൾക്ക് എന്തായിരിക്കും, കുറച്ച് എംപ്ലോയീസ് അവരുടെ അണ്ടറിൽ മതിയായിരിക്കും വർക്ക് ചെയ്യാൻ. ഓക്കെ, അപ്പോൾ ഫ്ലാറ്റർ ഓർഗനൈസേഷൻ്റെ ഒരു പ്രത്യേകത അത് തന്നെയായിരുന്നു. സ്പാൻ ഓഫ് മാനേജ്മെൻറ്റ് എന്നുള്ളതിനപ്പുറത്തേക്ക് അവർക്ക് സ്വയം എന്ത് ചെയ്യാൻ, കൂടുതൽ വർക്ക് ലോഡ് ഏറ്റെടുക്കാൻ കഴിവുള്ളവരായിരിക്കും ആര്, ഫ്ലാറ്റർ ഓർഗനൈസേഷൻ സ്ട്രക്ചറിലുള്ള സൂപ്പർവൈസേഴ്സ് എന്ന് പറയുന്നത്. അപ്പോൾ ഒരു ടോപ്പ് എക്സിക്യൂട്ടീവ്, അതിൻ്റെ തൊട്ട് താഴെ ഒരു സൂപ്പർവൈസർ, അവർക്ക് വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു 1-2 എംപ്ലോയീസ്, അത്ര മാത്രമേ ഇവിടെ ഉണ്ടാവുള്ളൂ, ഫ്ലാറ്റർ ഓർഗനൈസേഷൻ സ്ട്രക്ചറിൽ ഉണ്ടായിരിക്കുള്ളൂ. ആൻഡ് ഇവിടുത്തെ സൂപ്പർ അല്ലെങ്കിൽ ഇവിടുത്തെ സീനിയർ എന്ന് പറയുന്ന അല്ലെങ്കിൽ സീനിയർ മാനേജർ എന്ന് പറയുന്ന ആളുകളൊക്കെ എന്തായിരിക്കും, അത്രയും വർക്ക് ലോഡൊക്കെ ഒരുമിച്ച് ചെയ്യാൻ പ്രാപ്തരായിട്ടുള്ള ആളുകളായിരിക്കും. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യേണ്ട, ഓർഗനൈസേഷൻ അധികം എംപ്ലോയീസിനെ വെച്ചിട്ട് അവർക്കുള്ള മാൻ പവറൊക്കെ നമ്മൾ എന്ത് ചെയ്യേണ്ട ആവശ്യമില്ല, അല്ലെങ്കിൽ അവർക്ക് വരുന്ന മാൻ പവർ കോസ്റ്റുകളെ നമ്മൾ മീറ്റ് ചെയ്യേണ്ട ആവശ്യം വരുന്നില്ല. പകരം എന്ത് മതി, എംപ്ലോയീസിന് ആ വെക്കുന്ന ഹയർ ചെയ്യുന്ന ക്യാഷിന് നമ്മൾ എന്ത് ചെയ്താൽ മതി, ആ വെക്കുന്ന മാനേജർ എന്ന് പറയുന്നത് ഹൈലി ടാലൻറ്റഡ് ആയിട്ടുള്ള ഒരാളും അവർക്ക് വേണ്ടിയിട്ട് വർക്ക് ചെയ്യാൻ 1-2 ആളുകളെയും മാത്രം അപ്പോയിൻറ്റ് ചെയ്താൽ മതി എന്നുള്ളതാണ് ഫ്ലാറ്റർ ഓർഗനൈസേഷൻ സ്ട്രക്ചറിൻ്റെ പ്രത്യേകത. ആൻഡ് അതിൻ്റെ അഡ്വാൻറ്റേജസും ഡിസഡ്വാൻറ്റേജസും നോക്കാം. അഡ്വാൻറ്റേജസ് എന്ന് പറയുന്നത്, ഫ്ലാറ്റർ ഓർഗനൈസേഷൻ ടെൻഡ് ടു ഫോസ്റ്റർ ഗ്രേറ്റ് കമ്മ്യൂണിക്കേഷൻ ബിറ്റ്വീൻ എംപ്ലോയീസ് ദാൻ ടോളർ വൺസ്. ഹൈറാർക്കിയൽ മോഡലിനെയൊക്കെ സംബന്ധിച്ചിടത്തോളം അതിനേക്കാളും ബെറ്ററായിട്ട് കമ്മ്യൂണിക്കേഷൻ സാധിക്കുന്നത് എവിടെയാണ്, ഈ ഒരു ഫ്ലാറ്റർ ഓർഗനൈസേഷൻ സ്ട്രക്ചറാണ്. ഫ്ലാറ്റിൻ്റെ അത്രയും നമുക്ക് പറയാൻ സാധിക്കില്ല, പക്ഷേ ഹൈറാർക്കിയലിനേക്കാൾ ബെറ്റർ ആയിട്ടുള്ള ഒരു കമ്മ്യൂണിക്കേഷൻ നമുക്ക് സാധ്യമാവുന്നത് ഫ്ലാറ്റർ ഓർഗനൈസേഷൻ സ്ട്രക്ചറിലാണ്. And in addition, employee morale may be higher, especially those who are high achievers. നല്ല എംപ്ലോയീസ് ആണെങ്കിൽ അവർക്ക് എന്തുണ്ടാക്കും, കൂടുതൽ അച്ചീവ് ചെയ്യണമെന്ന് ആഗ്രഹമുള്ള, അല്ലെങ്കിൽ നമ്മൾ വെക്കുന്ന മാനേജേഴ്സ് എന്നൊക്കെ പറയുന്നത് എന്താണ്, അത്രയും ടാലൻറ്റഡ് ആയിട്ടുള്ള ആളുകളായിരിക്കും. അപ്പോൾ ഇവരൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ കരിയർ ഗ്രോത്ത് ആഗ്രഹിക്കുന്ന ആളുകൾ തന്നെയായിരിക്കും. അപ്പോൾ അത്തരത്തിലുള്ളവർക്ക് സ്വയമായിട്ടൊരു ഗ്രോത്ത് ആൻഡ് ഡെവലപ്മെൻറ്റ് ഉണ്ടാവാനും അതുപോലെ തന്നെ അവരുടെ ഒരു മൊറാലിറ്റി ഇൻക്രീസ് ചെയ്യാനും ഇത്തരത്തിലുള്ള ഫ്ലാറ്റർ ഓർഗനൈസേഷൻ സ്ട്രക്ചർ കൊണ്ട് സാധിക്കും. ദെൻ എ കമ്പനി വിത്തിൻ എ ഫ്ലാറ്റർ ഓർഗനൈസേഷൻ സ്ട്രക്ചർ
structure also has a less bureaucracy because of fewer organizational structure. അവർക്ക് വലിയൊരു ഓർഗനൈസേഷൻ സ്ട്രക്ചർ ഒന്നുമില്ല. അപ്പോൾ അവരുടെ ഒരു ഗവേണൻസ് എന്ന് പറയുന്നത് എന്തായിരിക്കും, ലെസർ ആയിരിക്കും. ബിക്കോസ് അവിടെ എന്ത് വേണ്ട, കൂടുതൽ ഓരോ ചുമതലകളും കാര്യങ്ങളും ഒന്നും ഇങ്ങനെ അടിച്ചേൽപ്പിക്കേണ്ട ഒരു ആവശ്യം അവിടെ വരുന്നില്ല, നമ്മളെ ഫ്ലാറ്റർ ഓർഗനൈസേഷൻ സ്ട്രക്ചറിൽ വരുന്നില്ല. പകരം അവിടെയുള്ള എംപ്ലോയീസ് എന്ന് പറയുന്നത് എന്താണ്, അവർ വർക്ക് ചെയ്യാൻ ഏബിൾ ആണ്. ദേ ആർ ഏബിൾ ടു ഡു ദെയർ വർക്ക് ഓൺ ദെയർ ഓൺ വേ. ഓക്കെ, അവരുടേതായിട്ടുള്ള രീതിയിൽ വർക്കുകൾ ചെയ്യാൻ താല്പര്യരായിട്ടുള്ള ആളുകളാണ് ആരെന്ന് പറയുന്നത്, ഫ്ലാറ്റർ ഓർഗനൈസേഷൻ സ്ട്രക്ചറിലുള്ള എംപ്ലോയീസ് എന്ന് പറയുന്നത്. ദെൻ therefore a company can make quicker decisions in which എ ഫ്ലാറ്റർ ഓർഗനൈസേഷൻ സ്ട്രക്ചറിൻ്റെ മറ്റൊരു ബെനിഫിറ്റാണ് എന്ത്, ക്വിക്ക് ഡിസിഷൻ മേക്കിങ്ങിന് സാധ്യമാണ്. അപ്പോൾ നമ്മൾ ഫസ്റ്റ് പറഞ്ഞത് എന്തായിരുന്നു, കമ്മ്യൂണിക്കേഷൻ ഈസി ആക്കുന്നുണ്ട്. അതുപോലെ തന്നെ എന്ത് ചെയ്യുന്നുണ്ട്, ഹയർ അച്ചീവേഴ്സ് ആയിട്ടുള്ള എംപ്ലോയീസിന് മൊറാലിറ്റി ഇൻക്രീസ് ചെയ്യാനും അവരുടെ ഒരു സസ്റ്റൈനബിലിറ്റി അല്ലെങ്കിൽ ഗ്രോത്ത് ആൻഡ് ഡെവലപ്മെൻറ്റ് ഇംപ്രൂവ് ചെയ്യാനും ഫ്ലാറ്റർ ഓർഗനൈസേഷൻ സ്ട്രക്ചറിലൂടെ സാധിക്കുന്നുണ്ട്. ബ്യൂറോക്രസിയുടെ എമൗണ്ട് എന്ന് പറയുന്നത് വളരെയധികം കുറവായിരിക്കും ഇവിടെ ഫ്ലാറ്റർ ഓർഗനൈസേഷൻ സ്ട്രക്ചറിൽ. ആൻഡ് ക്വിക്ക് ഡിസിഷൻ മേക്കിംഗ് ഇവിടെ സാധ്യമാണ്, ഫ്ലാറ്റർ ഓർഗനൈസേഷൻ സ്ട്രക്ചറിൽ സാധ്യമാണ്. ദെൻ ഫോർ അതിനൊരു എക്സാമ്പിളായിട്ട് പറയുകയാണ്, ദ മാനേജർ ഓഫ് എ സ്മോൾ അഡ്വർടൈസിംഗ് ഫേം മേ ഓൺലി നീഡ് ടു ഗെറ്റ് ബജറ്റ് അപ്രൂവൽ ഫ്രം ദ പ്രസിഡൻറ്റ്, നോട്ട് മൾട്ടിപ്പിൾ വൈസ് പ്രസിഡൻറ്റ്. ഓക്കെ, അതായത് ഇവിടെ ഡിസിഷൻ മേക്കിംഗ് ഈസിയാണെന്ന് പറയാൻ കാരണം, ഇപ്പോൾ ഒരു അഡ്വർടൈസ്മെൻറ്റ് ഫേം ആണെന്ന് വിചാരിക്കുക. അതൊരു എക്സാമ്പിളായിട്ട് പറയുകയാണ്, ഒരു അഡ്വർടൈസ്മെൻറ്റ് ഫേം ആണെങ്കിൽ അവർക്ക് എന്ത് മതി, ഒരു ഡിസിഷൻ എടുത്ത് അല്ലെങ്കിൽ ഒരു ഡിസിഷനായിട്ട് റിലേറ്റ് ചെയ്തിട്ട് അവർ എന്ത് ചെയ്തു, ബജറ്റ് പ്രിപ്പയർ ചെയ്തു. ബജറ്റ് എന്ന് പറഞ്ഞാൽ ഫ്യൂച്ചറിലേക്കുള്ള നമ്മളെന്താണ് മോണിറ്ററി ആൻഡ് നോൺ മോണിറ്ററി ആയിട്ടുള്ള ഐറ്റംസ് ഇൻക്ലൂഡ് ചെയ്യുന്ന ഒരു പ്ലാനാണ് ബജറ്റ് എന്ന് പറയുന്നത്. സോ അത്തരത്തിലുള്ളൊരു ബജറ്റ് പ്ലാൻ ചെയ്തിട്ട് അതിൻ്റെ അപ്രൂവൽ എവിടെ നിന്ന് നോക്കിയാൽ മതി, പ്രസിഡൻറ്റിൻ്റെ അടുത്ത് നിന്ന് മാത്രം അല്ലെങ്കിൽ ഒരു സിഇഒയുടെ അടുത്ത് നിന്ന് മാത്രം എന്ത് ചെയ്താൽ മതി, നോക്കിയാൽ മതി. അത് കഴിഞ്ഞിട്ട് ഒരു മാനേജർ, പിന്നെ അസിസ്റ്റൻറ്റ് മാനേജർ, അങ്ങനെ ഒരു വലിയൊരു ഒരു ഹൈറാർക്കി മോഡൽ ഇവിടെ വരുന്നില്ല, ഫ്ലാറ്ററിൽ വരുന്നില്ല. അതുകൊണ്ട് പെട്ടെന്ന് തന്നെ ഡിസിഷൻസ് എടുക്കാൻ സാധിക്കും. ഇത്രയാണ് ഫ്ലാറ്റർ ഓർഗനൈസേഷൻ്റെ അഡ്വാൻറ്റേജസ് എന്ന് പറയുന്നത്. അത് നിങ്ങൾ പോയിന്റ് ഔട്ട് ചെയ്തിട്ട് നോട്ട് ചെയ്താൽ മതി. ആൻഡ് ഡിസഡ്വാൻറ്റേജസ് എന്ന് പറയുന്നത്, സം എംപ്ലോയീസ് മേ റിപ്പോർട്ട് ടു മോർ ദാൻ വൺ ബോസ് ഇൻ എ കമ്പനി വിത്ത് എ ഫ്ലാറ്റർ ഓർഗനൈസേഷൻ സ്ട്രക്ചർ. പക്ഷേ ഇവിടെയും എന്തിനുള്ള ചാൻസ് ഉണ്ട്, നമ്മൾ ഫ്ലാറ്റ് ഓർഗനൈസേഷനിൽ പറഞ്ഞ പോലെ തന്നെ ഒരു യൂണിറ്റി ഓഫ് കമാൻഡ് വയലേറ്റ് ചെയ്യാനുള്ള ചാൻസ് കൂടുതലാണ്. ബിക്കോസ് ഒരു എംപ്ലോയിനെ എന്ത് ചെയ്യും, ചിലപ്പോൾ ഒന്നിൽ കൂടുതൽ ബോസുകൾ ഉണ്ടെങ്കിൽ അവർക്കിപ്പോൾ 1-2 മാനേജേഴ്സൊക്കെ ഒരു ഓർഗനൈസേഷനിൽ ഉണ്ടായിരിക്കും, ആ ഡിഫറെൻറ്റ് മാനേജേഴ്സിന് പോയിട്ട് വർക്ക് സബ്മിറ്റ് ചെയ്യാനുള്ളൊരു ചാൻസ് കൂടുതലാണ്. ഇൻ അഡീഷൻ എ കമ്പനീസ് എംഫസിസ് ഓൺ എ ഫ്ലാറ്റ് ഓർഗനൈസേഷണൽ സ്ട്രക്ചർ ക്യാൻ ഹിൻഡർ ഗ്രോത്ത്. ഫ്ലാറ്റ് ഓർഗനൈസേഷൻ്റെ അത്രയും ഒരു ഗ്രോത്ത് നമുക്ക് ഇവിടെ പ്രതീക്ഷിക്കാൻ പറ്റില്ല, ഫ്ലാറ്ററിൽ പ്രതീക്ഷിക്കാൻ പറ്റില്ല. ദെൻ ഫോർ എക്സാമ്പിൾ, എ പ്രസിഡൻറ്റ് മേ റിലൈ ഓൺ specialists or managers in lieu of expanding management levels. Department roles can also be somewhat nebulous in a flatter organization. അതായത് ഇവിടെ നമ്മൾ പറഞ്ഞ ഒരു പോയിന്റ് തന്നെയാണ് കുറച്ചുകൂടി ഇത് പറയുന്നത്. അതായത് ഫ്ലാറ്റ് ഓർഗനൈസേഷൻ്റെ അത്രയും ഈസിയല്ല, ഒരു ഗ്രോത്ത് ഈസി അല്ല എന്ന് പറഞ്ഞു. ബിക്കോസ് അവിടെ എന്താണ്, നമ്മൾ ഫ്ലാറ്റ് ഓർഗനൈസേഷനിൽ ഡയറക്റ്റ് ആയിട്ടുള്ള ഒരു കമ്മ്യൂണിക്കേഷനും എല്ലാം സാധിച്ചിരുന്നു. പക്ഷേ ഇവിടെ ഒരു ഡിപ്പാർട്ട്മെൻറ്റൽ റോൾ പോലെ തന്നെ ആർക്കുണ്ട്, നമ്മൾ മാനേജേഴ്സിനുണ്ട്. സോ അത്തരത്തിലൊരു ഡിഫറൻസ് അവിടെ വരാനുള്ള ചാൻസ് ഉണ്ട്. ദെൻ ഫോർ എക്സാമ്പിൾ, എ മാർക്കറ്റിംഗ് മാനേജർ മേ ടേക്ക് ഓൺ അഡീഷണൽ റോൾ ലൈക്ക് സെല്ലിംഗ് വിച്ച് ഈസ് നോട്ട് usually part of the marketer's job description. The marketing manager may also perform administrative tasks such as filing and processing bills, functions typically performed by secretaries and accounts payable employees respectively. നമ്മൾ പറഞ്ഞു ഹൈലി സ്കിൽഡ് ആയിട്ടുള്ള ആളുകളായിരിക്കും നമ്മൾ എന്ത് ചെയ്യുക, നമ്മൾ ഹയർ ചെയ്യുന്ന എംപ്ലോയീസ് എന്ന് പറയുന്നത് ടോപ്പ് ലെവലിനെയാണ് നമ്മൾ ആദ്യം ഹയർ ചെയ്യുക. അതിനുശേഷം അവർക്ക് എത്ര ആളുകളെ വേണമെന്ന് നോക്കിയിട്ടാണ് നമ്മൾ ഇതിൽ ഫ്ലാറ്റർ ഓർഗനൈസേഷനിൽ അതിന് തൊട്ട് താഴെയുള്ള അവർക്ക് വേണ്ട അസിസ്റ്റൻറ്റുകളെ നമ്മൾ അപ്പോയിൻറ്റ് ചെയ്യുന്നത്. അപ്പോൾ ചിലപ്പോൾ ഹൈലി സ്കിൽഡ് ആയിട്ടുള്ള ആളുകളൊക്കെ ആണെങ്കിൽ അവരെന്ത് ചെയ്യും, അവരുടെ ആ ഒരു ജോലി മാത്രമല്ല പകരം നെക്സ്റ്റ് ടേബിളിൽ ജോബ് ഓൺ ദ നെക്സ്റ്റ് ടേബിളിലും ചിലപ്പോൾ മേ ബി ചെയ്യാനുള്ള ചാൻസ് ഉണ്ട്. അതായത് ഇപ്പോൾ ഒരു മാർക്കറ്റിംഗ് മാനേജർ എന്ന് പറയുന്ന വ്യക്തി എന്ത് ചെയ്യും, അക്കൗണ്ട്സിൻ്റെ കാര്യങ്ങളൊക്കെ ഡിസ്ക്രിപ്ഷൻ അല്ലെങ്കിൽ അക്കൗണ്ട്സിൻ്റെ കാര്യങ്ങളൊക്കെ കൂടുതലായിട്ട് യൂസ് ചെയ്യുക അല്ലെങ്കിൽ ചെയ്യുമ്പോൾ സോ എംപ്ലോയീസ് എന്ത് ചെയ്യുന്നുണ്ട്, കൂടുതലായിട്ട് വർക്കുകൾ ചെയ്യാൻ അല്ലെങ്കിൽ മറ്റുള്ളവർ നെക്സ്റ്റ് ടേബിളിലെ വർക്കുകൾ കൂടി ചെയ്യാനുള്ളൊരു ചാൻസ് എവിടെ കൂടുതലാണ്, നമ്മളെ ഫ്ലാറ്റർ ഓർഗനൈസേഷൻ സ്ട്രക്ചറിൽ കൂടുതലാണ്. ദിസ് ആർ ദ ഡിസഡ്വാൻറ്റേജസ് ഓഫ് ഫ്ലാറ്റർ ഓർഗനൈസേഷൻ സ്ട്രക്ചർ ദാറ്റ് ക്യാൻ ബി അവൈലബിൾ ഓർ ഫോളോഡ് ബൈ ദ ഓർഗനൈസേഷൻസ് ഇൻ മോസ്റ്റ് റിലേറ്റീവ്ലി സ്മോളർ ഓർഗനൈസേഷൻസ്. കൂടുതലായിട്ടും ചെറിയ ചെറിയ ഓർഗനൈസേഷനുകളാണ് ഫ്ലാറ്റർ ഓർഗനൈസേഷൻ സ്ട്രക്ചർ യൂസ് ചെയ്യുന്നത് എന്നുള്ളതും ഓർത്ത് വയ്ക്കുക. അപ്പോൾ ഇത്രയാണ് ഫ്ലാറ്റർ ഓർഗനൈസേഷൻ സ്ട്രക്ചറിനെ കുറിച്ച് നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത്. ആൻഡ് ദ നെക്സ്റ്റ് ഏരിയ എന്ന് പറയുന്നത് ഫ്ലാറ്റാർക്കീസ് ആണ്.
അപ്പോൾ നമ്മൾ 3 ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മോഡലുകൾ പഠിച്ചതിന് ശേഷം നമ്മൾ നെക്സ്റ്റ് പറയുന്നത് ഫ്ലാറ്റാർക്കിയും ഹോളാർക്കീസും എന്താണെന്നുള്ളതാണ്. ഫ്ലാറ്റാർക്കീസ് എന്നറിയും Flatarchies എന്ന് പറയുമ്പോൾ ഫ്ലാറ്റാർക്കീസ് ആർ ഓർഗനൈസേഷൻസ് ദാറ്റ് ആർ നോട്ട് ക്വൈറ്റ് ഫ്ലാറ്റ് നോർ ആർ ദേ ഹൈറാർക്കിയൽ. അവരെന്ന് പറഞ്ഞാൽ ഇൻ ബിറ്റ്വീൻ ഓഫ് ബോത്ത് ഹൈറാർക്കിയൽ ആൻഡ് ഫ്ലാറ്റ് ഓർഗനൈസേഷൻ. ഹൈറാർക്കിയലിൻ്റെയും ഫ്ലാറ്റിൻ്റെയും ഇൻ ബിറ്റ്വീൻ കിടക്കുന്നവർ തന്നെയാണ് ഫ്ലാറ്റാർക്കീസ് എന്ന് പറയുന്ന ഒരു ഓർഗനൈസേഷൻ സ്ട്രക്ചറും. ദേ ആർ ആക്ച്വലി എ കോമ്പിനേഷൻ ഓഫ് ബോത്ത് ടൈപ്പ് ഓഫ് സ്ട്രക്ചേഴ്സ്. ഇൻ അതർ വേർഡ്സ്, an organization can be relatively flat yet and create an ad hoc hierarchy to work on a project or functions and then disband. ഓക്കെ, ഞാനിപ്പോൾ ഒരു ഫ്ലാറ്റാർക്കീസ് നിങ്ങൾ ഈ ഒരു ടേം വായിച്ചപ്പോൾ നിങ്ങൾക്ക് ഏകദേശം ഐഡിയ കിട്ടിയിട്ടുണ്ടായിരിക്കും. അതായത് ക്വൈറ്റ് ഫ്ലാറ്റ് ആയിട്ടുള്ളൊരു ഓർഗനൈസേഷൻ സ്ട്രക്ചറും അല്ല, ആൻഡ് നോട്ട് ഫുള്ളി ഹൈറാർക്കിയലും അല്ല. അതായത് മോസ്റ്റ്ലി നമ്മളിങ്ങനെ ഓർഗനൈസേഷനുകൾ നമുക്ക് കാണുമ്പോൾ ഇതൊരു ഫ്ലാറ്റ് ഓർഗനൈസേഷൻ സ്ട്രക്ചറാണെന്നാണ് ഫീൽ ചെയ്യുന്നത്. ബട്ട് അവിടെ ഓരോ പ്രൊജക്റ്റുകളോ അല്ലെങ്കിൽ എന്തെങ്കിലും സ്പെഷ്യൽ ആയിട്ടുള്ള വർക്കുകളൊക്കെ വരില്ലേ, ഇപ്പം എന്തെങ്കിലും ഒരു കോൺട്രാക്ട് വർക്കുകളൊക്കെ വരുമ്പോൾ അവരെന്ത് ചെയ്യും, ഒരു അഡ്ഹോക്ക് ഹൈറാർക്കി ക്രിയേറ്റ് ചെയ്യും. അഡ്ഹോക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടെമ്പററി ആയിട്ടുള്ളൊരു ഹൈറാർക്കി ക്രിയേറ്റ് ചെയ്യും. ഓക്കെ, അപ്പോൾ അതിനനുസരിച്ചിട്ട് ഒരു പ്രൊജക്റ്റ് ചെയ്ത് തീർക്കും. ആൻഡ് ആ പ്രൊജക്റ്റ് തീരുന്നതിനനുസരിച്ച് അവരെന്ത് ചെയ്യും, ആ ഒരു സ്ട്രക്ചറിനെ ഡിസ്ബാൻഡ് ചെയ്യുകയും ചെയ്യും. അല്ലെങ്കിൽ എന്താ പറയുക, അതിനെ നമ്മളെന്താ പറയുക, റിലീവ് ചെയ്യിപ്പിക്കുക അല്ലെങ്കിൽ വേണ്ടാന്ന് വെപ്പിക്കുകയും ചെയ്യും. ഓക്കെ, ആൻഡ് ആ ഒരു സ്ട്രക്ചറാണ് ഇതെന്ന് പറയുന്നത് ഫ്ലാറ്റാർക്കീസ് എന്ന് പറയുന്നത്. അതായത് ഈ ഓർഗനൈസേഷൻ സ്ട്രക്ചർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫ്ലാറ്റിൻ്റെയും ഹൈറാർക്കിയുടെയും ഒരു കോമ്പിനേഷൻ മോഡലാണെന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. ആൻഡ് യൂഷ്വലി ഇതൊരു ഓർഗനൈസേഷൻ എന്ന് പറയുന്നത് ഫ്ലാറ്റ് ഓർഗനൈസേഷൻ സ്ട്രക്ചറിലായിരിക്കും പ്രവർത്തിക്കുന്നത്. അതായത് വലിയൊരു ഗ്യാപ്പൊന്നുമില്ല, അതൊരു ടോപ്പിന് ഒരുപാട് വർക്കേഴ്സ് എംപ്ലോയീസ് ഉണ്ടായിരിക്കും, അദ്ദേഹത്തിൻ്റെ അണ്ടറിൽ നിന്ന് മാത്രമേ അവിടെ ഉണ്ടാവുള്ളൂ. ബട്ട് ഈ ഫ്ലാറ്റാർക്കീസിൽ തന്നെ ഒരു മറ്റൊരു ടേം വരാനുള്ള, അല്ലെങ്കിൽ ഒരു ഫ്ലാറ്റാർക്കീസിൽ നമ്മളൊരു ഹൈറാർക്കി വരാനുള്ളൊരു റീസൺ എന്ന് പറയുന്നത് ഫ്ലാറ്റും ഹൈറാർക്കിയും ചേർന്നിട്ടാണല്ലോ ഫ്ലാറ്റാർക്കീസ് എന്ന് നമ്മൾ പറയുന്നത്. സോ ഒരു പ്രൊജക്റ്റുകളൊക്കെ വരുമ്പോൾ ഇപ്പോൾ നമ്മളൊരു IT ഓഫീസ് അല്ലെങ്കിൽ IT റിലേറ്റഡ് ചെയ്തിട്ടുള്ള കമ്പനികളൊക്കെ ആണെങ്കിൽ ശ്രദ്ധിച്ചാൽ നമുക്ക് തന്നെ അറിയാം എന്ത് ചെയ്യും, അവർ സാധാരണ രീതിയിൽ വർക്ക് ചെയ്യുന്നുണ്ടായിരിക്കും. ആൻഡ് വല്ല സോഫ്റ്റ്വെയർ ഡെവലപ്മെൻറ്റും കാര്യങ്ങളൊക്കെ ചെയ്യുന്നു. ആൻഡ് സ്പെഷ്യലായിട്ടുള്ള വല്ല പ്രൊജക്റ്റുകളൊക്കെ വരുമ്പോൾ അവർക്ക് ഏതെങ്കിലും ഒരു പെർട്ടിക്കുലർ ഓർഗനൈസേഷനിലെ ലാൻഡ് വർക്കുകളൊക്കെ ചെയ്യാൻ വരുമ്പോൾ അപ്പോൾ അവരെന്ത് ചെയ്യും, അതിനായിട്ട് ഒരു ഹൈറാർക്കിയൽ മോഡൽ ഡെവലപ്പ് ചെയ്യും. എന്തിനു വേണ്ടിയിട്ട്, അവിടെ ഒരു സീനിയർ മാനേജർ, അതിനുശേഷം നെക്സ്റ്റ് എന്ത് ചെയ്യും, ഒരു അസിസ്റ്റൻറ്റ് മാനേജർ, ആൻഡ് അവരുടെ അണ്ടറിൽ കുറച്ച് സൂപ്പർവൈസേഴ്സ്, ആൻഡ് ആ വർക്കുകൾ ചെയ്യാനുള്ള കുറച്ച് എംപ്ലോയീസ്, അങ്ങനെ ഒരു ഹൈറാർക്കി ക്രിയേറ്റ് ചെയ്യും. ആ ഒരു വർക്ക് ചെയ്യാൻ വേണ്ടി മാത്രം ഒരു ടെമ്പററി ഹൈറാർക്കി ക്രിയേറ്റ് ചെയ്യും. ആൻഡ് ദേ വിൽ ഡു ദയർ വർക്ക് ആൻഡ് ആഫ്റ്റർ ദാറ്റ് ദേ ഡിസ്ബാൻഡ് ദാറ്റ് ഗ്രൂപ്പ്. ഓക്കെ, അതാണ് ഫ്ലാറ്റാർക്കീസ് മോഡൽ എന്ന് പറയുന്നത്. ആൻഡ് ദ ഫിഫ്ത്ത് ആൻഡ് ലാസ്റ്റ് വൺ ഈസ് ഹോളാർക്രസി. ഹോളാക്രസി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഹോളാക്രറ്റിക് മോഡൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഓർഗനൈസേഷൻസ് ഓൾസോ ഇൻകോപ്പറേറ്റ് ഇൻ എ ഡിസെൻട്രലൈസ്ഡ് മാനേജ്മെൻറ്റ് സിസ്റ്റം, മീനിങ് ദാറ്റ് no single person is in charge. Instead, this type of structure has a hierarchy of self-managing teams. Holacracy distributes the decision-making process throughout the company. അതായത് ഈ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ ഇവിടെ എന്താണെന്ന് വെച്ചാൽ ഫുള്ളി ഡിസെൻട്രലൈസ്ഡ് ആയിട്ടുള്ളൊരു മോഡലാണ് ഏതെന്ന് പറയുന്നത് ഹോളാക്രസി എന്ന് പറയുന്നത്. അതായത് ഹോളാക്രറ്റിക് മോഡലിൽ കൂടുതലായിട്ടും ഒരു സെൽഫ് ആയിട്ടുള്ള അല്ലെങ്കിൽ സെൽഫ് മാനേജിങ് ടീമുകൾ അല്ലെങ്കിൽ ഒരു സെൽഫ് മാനേജിങ് പ്രോസസ്സാണ് ഇവിടെ നടക്കുന്നത് ഹോളാക്രസി മോഡലിൽ നടക്കുക. അവിടെ ഒരു ആൾക്കും അല്ലെങ്കിൽ ഒരു ടോപ്പ് അതോറിറ്റി എന്ന് പറഞ്ഞിട്ടൊരു അതോറിറ്റി ഇല്ല. ഓർഗനൈസേഷനിൽ ഈച്ച് ആൻഡ് എവറി പേഴ്സൺസ് ആസ് എ സെയിം റോൾ ഓൺ ദെയർ ഓൺ ഓർഗനൈസേഷൻ ആൻഡ് ദേ ഹാവ് ഡു ദെയർ വർക്ക് വിത്ത് ദെയർ ഓൺ സെൽഫ് മോട്ടിവേറ്റഡ് ഡ്രൈവ്സ്. ഓക്കെ, അപ്പോൾ നമ്മൾ എന്തെങ്കിലും ഒരു വർക്ക് ചെയ്യുന്നത് അല്ലെങ്കിൽ ഒരു ഓർഗനൈസേഷനിൽ ഒരു എംപ്ലോയി എന്തെങ്കിലും ഒരു വർക്ക് ചെയ്യുന്നത് അയാളുടെ സ്വയം താല്പര്യപ്രകാരം അല്ലെങ്കിൽ അയാൾ സ്വന്തമായിട്ട് ഏത് വേ ആണോ തീരുമാനിക്കാൻ കഴിവുള്ളത് അതിനനുസരിച്ച് വർക്ക് ചെയ്യുക എന്നുള്ളതാണ്. അതായത് അവിടെ എന്തില്ല, ഒരു സിംഗിൾ പേഴ്സൻ്റെ അടുത്തും ഒരു വർക്കിൻ്റെയും ഇൻചാർജ് ഇല്ല. പകരം ഓരോരുത്തരും എന്ത് ചെയ്യുന്നു, അവരവരുടെ വർക്കുകൾ ചെയ്യുന്നു. ആൻഡ് അവർക്ക് സബ്മിഷൻസ് നടത്താനോ കാര്യങ്ങൾക്കോ വേണ്ടിയിട്ട് എന്തില്ല, ഒരു ടോപ്പ് അതോറിറ്റി ഒന്നും എവിടെ ഉണ്ടായിരിക്കില്ല, ഹോളോക്രസി മോഡലിൽ ഉണ്ടായിരിക്കില്ല. സോ ദിസ് ഇസ് എ ടോട്ടലി ഡിസെൻട്രലൈസ്ഡ് മാനേജ്മെൻറ്റ് സിസ്റ്റം. അതുകൊണ്ടാണ് അതിൻ്റെ ഡിസെൻട്രലൈസ്ഡ് മാനേജ്മെൻറ്റ് എന്ന് പറയാൻ കാരണം. സെൻട്രലൈസേഷൻ എന്ന് പറഞ്ഞാൽ അവിടെ ഒരു പവർ എന്തുണ്ടായിരിക്കും, ഒരു സെൻട്രലൈസ്ഡ് അതോറിറ്റിയുടെ കയ്യിലുണ്ടായിരിക്കും. ബട്ട് ഇൻ കേസ് ഓഫ് ഹോളോക്രസി അവിടെ അത്തരത്തിലൊരു പവറും ഉണ്ടായിരിക്കില്ല എന്നുള്ളതാണ് അതിൻ്റെ റീസൺ. ദെൻ ഹോളോക്രസി ഡിസ്ട്രിബ്യൂട്ട് ദ ഡിസിഷൻ മേക്കിംഗ് പ്രോസസ് ത്രൂ ഔട്ട് ദ കമ്പനി. ഒരു കമ്പനിയുടെ ഫുൾ മോഡൽ എന്തുണ്ടായിരിക്കും, ഹോളോക്രസി ഡിസിഷൻ മേക്കിംഗ് പ്രോസസ്സുകൾ എല്ലാവർക്കും അല്ലെങ്കിൽ ആ ഒരു പ്രോസസ്സിൽ എല്ലാവർക്കും ഇൻക്ലൂഡഡ് ആണ്, അല്ലെങ്കിൽ എല്ലാവരും ആ പ്രോസസ്സിൽ ഇൻക്ലൂഡഡ് ആണ് എന്നുള്ളതാണ് ഹോളോക്രസിയുടെ മറ്റൊരു പ്രത്യേകത. ദിസ് അലൗസ് ടീംസ് ടു വർക്ക് ടുഗെദർ ബൈ ഫോക്കസിങ് ഓൺ ദെയർ ഏരിയാസ് ഓഫ് എക്സ്പെർട്ടൈസ് വിത്തൗട്ട് ഇൻ്റർഫിയറൻസ് ആൻഡ് ഡിസ്ട്രാക്ഷൻ. ദർ ഈസ് സ്റ്റിൽ ഇനഫ് സ്ട്രക്ചർ വിത്തിൻ ദ കമ്പനി ടു അലൗ for larger enterprises to use this method,
but it can be foster a sense of independence within teams that allows for creativity and collaboration to flourish. അതായത് ഇവിടെ എന്തുണ്ട്, ഒരാൾക്കും ഒരു തരത്തിലുള്ള ഡിസ്ട്രാക്ഷൻസും ഇല്ലാതെ, മറ്റൊരു വ്യക്തിയുടെ ഇൻ്റർഫിയറൻസ് ഇല്ലാതെ, അതായത് മറ്റൊരു വ്യക്തിയുടെ ഇടപെടലുകളില്ലാതെ എന്ത് ചെയ്യാൻ, വർക്ക് ചെയ്യാൻ, അല്ലെങ്കിൽ സിംഗിളായിട്ട് ഓർ സെൽഫ് മാനേജിങ് വേയിലൂടെ വർക്കുകൾ ചെയ്യാൻ ആർക്ക് പ്രാപ്തരാകാൻ സാധിക്കും. ഇവിടെ വർക്ക് ചെയ്യുന്ന, അല്ലെങ്കിൽ ഈ ഒരു ഹോളാർക്രറ്റിക് സിസ്റ്റത്തിൽ വർക്ക് ചെയ്യുന്ന ഈച്ച് ആൻഡ് എവറി പേഴ്സണും സാധിക്കും. മറ്റൊരു വ്യക്തി അതിൽ എന്ത് ചെയ്യുന്നില്ല, നമ്മുടെ ഒരു വർക്കിൽ കൈകടത്താൻ വരില്ല. ആൻഡ് ഫുള്ളി ഇൻഡിപെൻഡൻ്റ് ആണ് വർക്കുകൾ. പക്ഷേ അവിടെ എന്തുണ്ടായിരിക്കാനുള്ള ചാൻസുകളുണ്ട്, കുറച്ച് പ്രോബ്ലംസുകൾ ഉണ്ടാവാനുള്ള ചാൻസും കൂടുതലാണ്. കാരണം നമുക്ക് ഒരു ടോപ്പ് അതോറിറ്റി നമ്മളെ സെൻട്രലൈസ് ചെയ്യാനില്ലെങ്കിൽ, അല്ലെങ്കിൽ നമുക്കൊരു പവറുകൾ, അല്ലെങ്കിൽ നമുക്കൊരു അതോറിറ്റേറ്റീവായിട്ടൊരു പേഴ്സൺ ഇല്ലെങ്കിലും വർക്കുകൾ എന്ത് ചെയ്യാൻ, ഡിസ്ട്രാക്ഷൻസ് വരാനുള്ള ചാൻസ് കൂടുതലാണ്. ആൻഡ് ദിസ് കൈൻഡ് ഓഫ് non-traditional structure works best for small to medium enterprises that have definable segments or departments that can function independently and require specific expertise. For instance, a specialized B2B company that offers specific services to customers via multi-channel sales experiences could benefit greatly from this kind of structure. Each team can focus on the best strategies that work for them so that each channel offers the best possible result to the end user. അപ്പോൾ ഇവിടെ മറ്റൊരു പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇവിടെ ടീമായിട്ട് ഇവർ പ്രവർത്തിക്കാൻ പറ്റും. അതായത് ഇപ്പോൾ നമ്മൾ പറഞ്ഞു ഈച്ച് ആൻഡ് എവറി പേഴ്സൺ എന്തുണ്ട്, ഒരേപോലെ റോളുകൾ ഓർഗനൈസേഷൻ്റെ ഉള്ളിൽ ഉണ്ടായിരിക്കും. ആൻഡ് ദേ ഹാവ് നോ അതോറിറ്റേറ്റീവ് പേഴ്സൺ വിത്ത് ദൻ ഓർഗനൈസേഷൻ. ആൻഡ് അതുപോലെ തന്നെ അവിടെ ഒരു ചാൻസ് എന്താണെന്ന് വെച്ചാൽ, ഇപ്പോൾ 2-3 എംപ്ലോയീസ് ചേർന്നിട്ടുള്ള ഒരു സെൽഫ് മാനേജിങ് ഗ്രൂപ്പുകൾ ഉണ്ടാവും. നമ്മൾ ടീംസ് എന്ന് പറഞ്ഞില്ലേ, സെൽഫ് മാനേജിങ് ടീംസ്, അങ്ങനെ ഒരു ടീംസായിട്ട് അവർ പ്രവർത്തിക്കും. അപ്പോൾ ഇവർ ഒരു എക്സാമ്പിൾ പറയുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ, ഒരു B2B ഓർഗനൈസേഷൻ, ബിസിനസ് ടു ബിസിനസ് ഓർഗനൈസേഷൻ, നിങ്ങൾ പറഞ്ഞിട്ടുണ്ടാവും BPO എന്നൊക്കെ പറയുന്ന ഒരു ടേം. അതൊക്കെ ഈ B2Bയിൽ വരുന്ന ഒരു ടേമാണ്. അത് ബിസിനസ് പ്രോസസ് ഔട്ട്സോഴ്സിംഗ് എന്ന് പറയുന്നത്. ഒരു ഓർഗനൈസേഷൻ അവരുടെ ബിസിനസ് ചെയ്യാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യാണ്, മറ്റൊരു ബിസിനസ് ഓർഗനൈസേഷൻ ഒരു തേർഡ് പാർട്ടിക്ക് കൊടുക്കുകയാണ് അവരുടെ വർക്കുകൾ, ഒരു കോൺട്രാക്ട് ബേസിലൊക്കെ കൊടുക്കുക. എന്നിട്ട് അതിൽ നിന്ന് കിട്ടുന്ന റിട്ടേൺ ഇവർക്ക് കുറച്ച് കമ്മീഷനായിട്ടൊക്കെ കൊടുത്ത് വർക്കുകൾ ചെയ്യിപ്പിക്കുക. അതാണ് BPO എന്നൊക്കെ പറയുന്നത്. അത്തരത്തിലൊരു B2B ഓർഗനൈസേഷൻസ് ആണ്. ബിസിനസ് ടു ബിസിനസ് ഓർഗനൈസേഷനുകൾ എന്ത് ചെയ്യാണ്, അവരുടെ വർക്കുകൾ ചെയ്യാൻ കസ്റ്റമേഴ്സിന് സർവീസ് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ഇത്തരത്തിലുള്ള ഓർഗനൈസേഷൻ കൊളാബറേറ്റ് ചെയ്തിട്ടുള്ളത്. ആൻഡ് അവിടെ നമ്മൾ എന്ത് ചെയ്യണം, ഓരോ ഏരിയ, ഓരോ ആളുകൾ, ഓരോ ടീമുകൾ സെലക്ട് ചെയ്തെടുത്തു കഴിഞ്ഞാൽ അവർക്ക് അവരുടേതായിട്ടുള്ള രീതിയിൽ ഏറ്റവും നല്ല സർവീസ് എന്ത് ചെയ്യാൻ പറ്റും, എൻഡ് യൂസറായിട്ടുള്ള കൺസ്യൂമേഴ്സിന് പ്രൊവൈഡ് ചെയ്യാൻ സാധിക്കും. അങ്ങനെ ഒരു ബെനിഫിറ്റും നമുക്ക് ഏതിൽ വേണമെങ്കിൽ പറയാം, ഹോളാർക്രസി മോഡലിന് പറയാം. അപ്പോൾ ദിസ് ഈസ് ദ ഡിഫറെൻറ്റ് 5 സ്ട്രക്ചർ ഓർ 5 മോഡൽസ് ഓഫ് ഓർഗനൈസേഷൻ സ്ട്രക്ചർ. ഓക്കെ, അങ്ങനെയാണ് ഒരു ഓർഗനൈസേഷൻ സ്ട്രക്ചറിൻ്റെ 5 മോഡലുകൾ നമ്മൾ ഡിസ്കസ് ചെയ്തത്. ഫസ്റ്റ് വൺ എന്ന് പറഞ്ഞിട്ടുള്ളത് ഏതായിരുന്നു, ഹൈറാർക്കിയൽ മോഡലായിരുന്നു. ഹൈറാർക്കിയൽ മോഡലിൽ എന്തായിരുന്നു പ്രത്യേകതകൾ? ഹൈറാർക്കിയൽ പറഞ്ഞൊരു ടോപ്പ് അതോറിറ്റി തൊട്ട് ലാസ്റ്റ് വരെ എന്തുണ്ടായിരിക്കും, ഒരു കൃത്യമായൊരു പൊസിഷൻ ഓഫ് ഓർഡർ ഉണ്ടായിരിക്കും. അവിടെ സ്പാൻ ഓഫ് മാനേജ്മെൻറ്റ് എന്നൊക്കെ പറയുന്നത് കുറവായിരിക്കും. ആൻഡ് യൂണിറ്റി ഓഫ് കമാൻഡൊക്കെ ക്ലിയർ ആയിട്ട് ഫോളോ ചെയ്യാൻ പറ്റുന്നതും കൃത്യമായ അതോറിറ്റിയും റെസ്പോൺസിബിലിറ്റിയും ഒക്കെ ഡിഫൈൻ ചെയ്യുന്നതും ഏതിലാണ്, നമ്മൾ ഹൈറാർക്കിയൽ മോഡലിലാണ്. ദെൻ ഫ്ലാറ്റ് ഓർഗനൈസേഷൻ സ്ട്രക്ചർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ടോപ്പ് അദ്ദേഹത്തിൻ്റെ അണ്ടറിൽ ഒരുപാട് എംപ്ലോയീസ് വർക്ക് ചെയ്യുന്നു. ആൻഡ് ഇവിടെ ഒരു സ്പാൻ ഓഫ് കൺട്രോൾ എന്ന് പറയുന്നതൊന്നും ഈസി ആയിട്ട് നടക്കാൻ പറ്റില്ല. കാരണം അവിടെ സ്പാൻ എന്ന് പറയുന്നത് ഒരു വൈഡർ സ്പാൻ ഉണ്ടാവാനുള്ള ചാൻസ് ഇവിടെ കൂടുതലാണ്. ഫ്ലാറ്റ് ഓർഗനൈസേഷൻ സ്ട്രക്ചറിൽ കൂടുതലാണ്. അവിടെ സ്റ്റാഫ് ലെവൽ എംപ്ലോയും ടോപ്പ് മാനേജ്മെൻറ്റും തമ്മിൽ വലിയൊരു ഗ്യാപ്പ് ഒന്നും വരുന്നില്ല. അവരൊരുമിച്ച് പ്രവർത്തിക്കുകയാണ് ചെയ്യുന്നത്. ആൻഡ് ദെൻ അതിൻ്റെ കുറച്ച് പ്രോസും കോൺസുകളും പറഞ്ഞു. പിന്നെ ഫ്ലാറ്റർ ഓർഗനൈസേഷനാണ് പറഞ്ഞത്. ഫ്ലാറ്റർ എന്ന് പറയുമ്പോൾ ഫ്ലാറ്റ് പോലെയല്ല, അതിനേക്കാൾ കുറച്ചും കൂടി ഒരു അപ്പ് ചെയ്തിട്ടുള്ളൊരു ഓർഗനൈസേഷൻ സ്ട്രക്ചറാണ്. പക്ഷേ കൂടുതലും സ്മോൾ കമ്പനീസാണ് യൂസ് ചെയ്യുന്നത്. മാത്രമല്ല അവിടെ എന്തുണ്ടായിരിക്കും, ആദ്യം ഇപ്പോൾ ഒരു ടോപ്പ് അതോറിറ്റി, ഒരു ടോപ്പ് മാനേജ്മെൻറ്റ് ഉണ്ട്. അവരെന്ത് ചെയ്യാണ് ചെയ്യുന്നത്, അവരുടെ നെക്സ്റ്റ് ലെവലിലുള്ള എംപ്ലോയീസിനെയാണ് ആദ്യം സെലക്ട് ചെയ്യുക. അതിനുശേഷം ആ ഒരു മാനേജേഴ്സ്, നമ്മൾ സെലക്ട് ചെയ്യുന്ന ഒരു സൂപ്പർവൈസർ അല്ലെങ്കിൽ ഒരു മാനേജർ പോസ്റ്റിലുള്ള ആളുകൾക്ക് എത്രത്തോളം എബിലിറ്റി ഉണ്ട് എന്നതിനനുസരിച്ചിട്ടാണ് നമ്മൾ നെക്സ്റ്റ് ലെവൽ ഓഫ് എംപ്ലോയീസിനെ സെലക്ട് ചെയ്യുന്നത്. അതായത് അവരുടെ അണ്ടറിൽ വർക്ക് ചെയ്യാൻ എത്ര ആളുകൾ വേണമെന്നുള്ളത് അവരോട് തന്നെ ചോദിച്ചിട്ടാണ് നമ്മൾ വർക്ക് ചെയ്യുന്നത്. നമ്മൾ കാരണം സെലക്ട് ചെയ്യുന്ന ആ ഒരു ടോപ്പ് അതോറിറ്റി എന്ന് പറയുന്നത് എന്തായിരിക്കും, വളരെയധികം വർക്ക് ലോഡൊക്കെ ഏറ്റെടുത്ത് ചെയ്യാൻ കഴിവുള്ള അല്ലെങ്കിൽ അത്രയും പ്രാപ്തിയുള്ള ആളുകളായിരിക്കും എന്നുള്ളതാണ് അതിൻ്റെ ഒരു പ്രത്യേകത. ഓക്കെ, ആൻഡ് നെക്സ്റ്റ് വൺ വന്നിട്ടുള്ള ഓർഗനൈസേഷൻ സ്ട്രക്ചർ എന്ന് പറയുന്നത് ഫ്ലാറ്റാർക്കീസും അതുപോലെ തന്നെ ഹോളാക്രസി ഓർഗനൈസേഷൻ മോഡലുമാണ്. ഫ്ലാറ്റാർക്കീസിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ യൂഷ്വലി എങ്ങനെ ഒരു ഫ്ലാറ്റ് മോഡലിലാണ് പ്രവർത്തിക്കുന്നത്. ബട്ട് ഇൻ കേസ് ഓഫ് എനി പ്രോജക്ട്സ് ഓർ എനി അതർ അസൈൻമെൻറ്റ്സ് ഓർ എനി കോൺട്രാക്ട് അവരെന്ത് ചെയ്യും, ഒരു ഹൈറാർക്കിയൽ മോഡലിലും ആ ഒരു പ്രൊജക്റ്റിന് വേണ്ടിയിട്ടോ അല്ലെങ്കിൽ ആ ഒരു പെർട്ടിക്കുലർ കോൺട്രാക്റ്റ് തീർക്കുന്നതിന് വേണ്ടിയിട്ടോ എന്ത് ചെയ്യും, അവരൊരു
ഹൈറാർക്കിയും വർക്കിൻ്റെ അല്ലെങ്കിൽ ആ ഒരു സ്ട്രക്ചറിനെയും കൂടിയും അവരുടെ ഓർഗനൈസേഷൻ്റെ ഉള്ളിൽ ഇൻക്ലൂഡ് ചെയ്യിപ്പിക്കും. ആൻഡ് ആഫ്റ്റർ ദ കംപ്ലീഷൻ ഓഫ് ദാറ്റ് കോൺട്രാക്ട് ദേ വിൽ ഡിസ്ബാൻഡ് ദ ഗ്രൂപ്പ്. ഓക്കെ, ദെൻ നെക്സ്റ്റ് വന്നിട്ടുള്ള ഹോളാക്രസി മോഡലായിരുന്നു. അവിടെ എങ്ങനെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു വ്യക്തിയുടെ കയ്യിൽ എന്തില്ല, ഒരു പവർ ഇല്ല, എല്ലാവരും ഈക്വൽ ആണ്. ആൻഡ് ദേ ഓൾ ദ പേഴ്സൺസ് ഹാവ് ഡു ദെയർ വർക്ക് ഇൻ ദെയർ ഓൺ വേ. അവർക്ക് അവരുടേതായിട്ടുള്ള രീതിയിൽ വർക്കുകൾ ചെയ്യാൻ സാധിക്കും. അതിലൊരു സെൻട്രലൈസ്ഡ് അതോറിറ്റി ഒന്നും എവിടെ കാണില്ല, ഈ ഒരു ഹോളാക്രസി മോഡലിൽ കാണില്ല എന്നുള്ളതാണ് മറ്റൊരു പ്രത്യേകത. ഓക്കെ, ഇത്രയാണ് നമ്മളുടെ ഓർഗനൈസേഷൻ സ്ട്രക്ചറിൽ 2 സ്ട്രക്ചറുകൾ അല്ലെങ്കിൽ 5 സ്ട്രക്ചറുകളിൽ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുള്ള കാര്യങ്ങൾ. ഓക്കെ, ആൻഡ് ദ അനദർ പാർട്ട് ഓഫ് സ്പാൻ ഓഫ് മാനേജ്മെൻറ്റ് വിൽ ബി ഡിസ്കസ്ഡ് ഇൻ നെക്സ്റ്റ് ക്ലാസ്. താങ്ക് യു.